ജിമെയിൽ ആപ്ലിക്കേഷൻ വന്ന പുതിയ അപ്ഡേറ്റ് ആണ് മാനേജ് സബ്സ്ക്രിപ്ഷൻ. ഇതുകൊണ്ടുള്ള ഉപകാരം ഒരുപാട് സ്റ്റോറേജ് നമുക്ക് ലഭിക്കാൻ പോവുകയാണ് ഈ ഒരു അപ്ഡേറ്റ് കാരണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സ്റ്റോറേജിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളി. എന്താണ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് അപ്ഡേറ്റ് ലഭിക്കാത്തവരൊക്കെ ഒന്ന് പ്ലേ സ്റ്റോറിൽ വന്നിട്ട് ജിമെയിൽ ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ആക്കുക. അപ്ഡേറ്റ് ആക്കിയതിന് ശേഷം ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതാണ് ഇൻ്റർഫേസ്. എല്ലാവർക്കും അറിയുന്നത് പോലെ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ കാണാൻ സാധിക്കും 3 ലൈൻ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും മാനേജ് സബ്സ്ക്രിപ്ഷൻ. ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ചില ജിമെയിൽ ഉള്ളവർക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്താൽ ഇവിടെ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ തന്നെ ന്യൂ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇവിടെ കാണിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ മാനേജ് സബ്സ്ക്രിപ്ഷൻ എന്ന ഭാഗത്തുള്ള ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു പേജ് എനേബിളായി വരും. ഇതിൽ ഒരുപാട് നമ്മൾ അറിയാതെയും അറിഞ്ഞുകൊണ്ടും സബ്സ്ക്രിപ്ഷൻ ആയത്, അതായത് അത്തരത്തിലുള്ള അതിലുള്ള ഏത് മെയിലുകളും ഇതിലേക്ക് ഓട്ടോമാറ്റിക് ഒരുപാട് ജങ്ക് ഫയലായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾക്കിവിടെ സിമ്പിളായിട്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഫേസ്ബുക്കിൻ്റെ വരണ്ട എന്നുണ്ടെങ്കിൽ ഇതുമേൽ ക്ലിക്ക് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്യാം. പക്ഷേ അതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ബാൻ ലാബ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു മെയിലിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് മുമ്പ് വന്ന ഒരുപാട് മെയിലുകൾ ഉണ്ടാകും. ഇതൊക്കെ നമുക്ക് കുറച്ച് സ്റ്റോറേജ് ലാഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ സെലക്ട് ഓൾ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാം. പ്രധാനപ്പെട്ട മെയിലുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡിലീറ്റ് കൊടുക്കുക. അങ്ങനെ ഡിലീറ്റ് ആക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മെയിൽ നമുക്ക് ഡിലീറ്റായി കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ ബാക്കോട്ട് വരിക. ബാക്ക് വന്ന് വീണ്ടും 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് മാനേജ് സബ്സ്ക്രിപ്ഷനിൽ പോയാൽ ആ ഒരു മെയിൽ നമ്മൾ മൊത്തം ഡിലീറ്റ് ആക്കിയ ശേഷം അൺസബ്സ്ക്രൈബ് ചെയ്യാം. ഇനി അതിൽ നിന്നും നമുക്കൊരു മെയിലും വരില്ല. പക്ഷേ നമ്മളിങ്ങനെ ഡിലീറ്റ് ആക്കിയത് കൊണ്ട് ഡിലീറ്റ് ആയിട്ടില്ല, പക്ഷേ ഈ ഒരു മെയിലിൽ തന്നെ എല്ലാം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ 3 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോയ്ക്ക് മുമ്പ് ഒന്ന് ഡിലീറ്റ് ആക്കിയിരുന്നു. അതുപോലെ തന്നെ നേരത്തെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഡിലീറ്റ് ആക്കി 2 അവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് 30 ദിവസം കഴിയുമ്പോൾ ഇത് ഡിലീറ്റ് ആയി പോകും. പക്ഷേ നമുക്ക് ഇപ്പോൾ തന്നെ സ്റ്റോറേജ് ലാഭിക്കണമെങ്കിൽ ഇവിടെ നോ എന്ന് പറഞ്ഞാൽ empty എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ എന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക് നമ്മൾ ഡിലീറ്റ് ആക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടാത്ത ഏതെങ്കിലും മെയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഇൻസ്റ്റാ അക്കൗണ്ട് വേണമെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.